എന്റെ പ്രിയപ്പെട്ടവരെ, ഉളുവിന്റെ ശ്രേഷ്ഠത നിങ്ങൾക്കറിയുമോ? ഉളു ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? 5 പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്ന് മുതൽ ളുഹർ മുതൽ ഉളുവെടുക്കുമല്ലോ. ളുഹറിന്റെ സമയം മുതൽ ഞാനും നിങ്ങളും ഉളുവെടുക്കുമ്പോ നിങ്ങൾക്ക് പഠിക്കാൻ 5 നന്മകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, സൂക്ഷ്മതയോടുകൂടി ഉളുവെടുക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. അല്ലാഹു ആ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്. ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ സ്നേഹമാ സൂക്ഷ്മതയോടുകൂടി എടുക്കുന്ന മനുഷ്യനുണ്ടല്ലോ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, സഹാബാ, നിങ്ങൾ ഉളുവെടുക്കുമ്പോ അല്പം കേറ്റി കഴുകണേ സഹാബാ. കൈയുടെ മുട്ടുവരെ കഴുകിയാ മതി, അല്പം മുകളിലേക്ക് കേറ്റി കഴുക സഹോദര. മോനെ, തലയുടെ അല്പം തടകിയാ മതി, ഒരൽപ്പം അത് കേറ്റി തടകിയാൽ വല്ലാത്ത പ്രതിഫലമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഉളു ചെയ്ത് നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, വല്ലാഹു യുഹിബ്ബുൽ മുത്തത്തഹിരീൻ. ഉളുവോടുകൂടി നടക്കുന്ന മനുഷ്യനെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. രണ്ടാമതായിട്ട് പ്രവാചകൻ അവിടെന്ന് പഠിപ്പിക്കുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, കൊറോണ വന്നത് കാരണം വല്ലാത്ത പ്രയാസത്തിലാണല്ലോ. ഉസ്താദേ, കുടുംബത്തിന്റെ കാര്യം എങ്ങനെയാണ് നോക്കുന്നത്? കച്ചവടമില്ലല്ലോ, വല്ലാത്ത പ്രയാസമാണല്ലോ. കുടുംബം പട്ടിണിയിലേക്ക് പോകുമെന്ന് ഭയപ്പെടുന്നുണ്ടല്ലോ. എങ്കിൽ 5 നേരം ഉളുവെടുക്കുന്ന മനുഷ്യ, അലംഭാവം കാണിക്കാതെ സമാധാനത്തോടുകൂടി, അല്ലാഹുവേ, ഏറ്റവും പ്രയാസമുള്ള സമയം പടച്ചവരെ, വെളുപ്പാങ്കാലത്ത് വല്ലാത്ത തണുപ്പാണ്. ആ തണുക്കുന്ന സമയത്ത് എഴുന്നേറ്റ് ഉളുവെടുക്കാൻ എന്റെ പെങ്ങളെ, നമ്മളിൽ പലർക്കും വല്ലാത്ത മടിയാണല്ലോ. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നതിന് വേണ്ടി ഫർദ എടുത്ത് ധരിച്ചു കഴിഞ്ഞോ, വസ്ത്രം എടുത്ത് ധരിച്ചു കഴിഞ്ഞോ, പിന്നെ ഉളുവെടുക്കണം, അത് ഊരിയിട്ടെടുക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അങ്ങനെ പ്രയാസപ്പെടുന്ന സമയത്ത്, ഉളുവെടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത്, അപ്പോഴാണ് സൂക്ഷ്മത കാണിക്കേണ്ടത്, അപ്പോഴാണ് സൂക്ഷിക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, പെങ്ങളെ, അതാ ഏതെങ്കിലും ഒരു മനുഷ്യന് ഉളുവെടുക്കുന്ന സമയത്ത് സൂക്ഷ്മത പുലർത്തിയാ അല്ലാഹു നിന്റെ റിസ്കിൽ വിശാലത നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രയാസമില്ല, നിന്റെ റിസ്കിന്റെ കാര്യത്തിൽ നിനക്ക് പേടി വേണ്ട. നിന്റെ കുടുംബം, നിന്റെ ഭാര്യയും നിന്റെ മക്കളും പട്ടിണിയായി പോകുമെന്നുള്ള ടെൻഷൻ നിനക്ക് വേണ്ട. സഹോദരാ, പടച്ചവനെ, സമാധാനത്തോടുകൂടി പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു, പള്ളിയുടെ ചാരത്താണ് നിന്റെ കടയിരിക്കുന്നത്. അവസാനം കച്ചവടമെല്ലാം കഴിഞ്ഞ് പള്ളിയിലെ ഉസ്താദ് നമസ്കരിക്കാൻ തുടങ്ങുമ്പോ, ആരെങ്കിലും വരട്ടെ, പൈസ കിട്ടട്ടെ, കുടുംബത്തെ പോറ്റാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നിട്ട് എഴുന്നേറ്റ് ഓടിച്ചെന്ന് നേരെ ഉളുവെടുക്കാതെ പള്ളിക്കകത്ത് കയറി നിസ്കരിക്കണ്ട. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നിനക്ക് കടയിൽ കച്ചവടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ പേടിക്കണ്ട, നീ സമാധാനത്തോടുകൂടി പോയി ഉളുവെടുക്ക്, എന്നിട്ട് സമാധാനത്തോടുകൂടി നിസ്കരിക്ക്. അല്ലാഹു നിന്റെ റിസ്കിൽ വിശാലത നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിന്റെ പൊന്നാര മക്കൾ ഉളുവെടുക്കുന്ന സമയത്ത് നീ പോയെന്ന് നോക്ക് പെണ്ണേ, അത് നിന്റെ ഉത്തരവാദിത്തമാണല്ലോ. നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത നിനക്കുണ്ടല്ലോ. അതുകൊണ്ട് നിന്റെ ചെറിയ മക്കൾ ഉളുവെടുക്കുന്ന സമയത്ത് അവരുടെ ചാരത്ത് പോയി നിന്നിട്ട് അവരെ ഉളുവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. അവര് ഉളുവെടുക്കുന്നത് ശരിയാണോ എന്ന് നോക്കേണ്ട
ഉത്തരവാദിത്വം നിനക്കുണ്ടല്ലോ. അള്ളാഹു നിന്റെ റിസ്കിൽ വിശാലത നൽകുകയാ. മൂന്നാമതായിട്ട് പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എങ്ങോട്ടിറങ്ങിയാലും തടസ്സമാണ്, കച്ചവടത്തിന് പോയാലും തടസ്സമാണ്, ബിസിനസ്സിന് പോയാലും തടസ്സമാണ്, വീട് വെക്കാൻ ഇറങ്ങിയാലും തടസ്സമാണ്, ഏതൊരു കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ വരുന്ന ഉസ്താദ് ദുആ ചെയ്യണേ എന്ന് പറയുന്ന മനുഷ്യ സമാധാനത്തോടുകൂടി ഉളവെടുത്ത അള്ളാഹുവിനെ കാണാനാണ് ഉളവെടുക്കുന്നതെന്ന ചിന്തയോടെ നിങ്ങൾ ആരെങ്കിലും ഉളു ചെയ്താ അള്ളാഹു നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റിത്തരികയാ, പ്രയാസങ്ങൾ മാറുകയാ, ദുഃഖങ്ങൾ മാറുകയാ, എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നിനക്ക് മാറ്റിത്തരികയാണ്, എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരികയാണ്. ഇത് നിസ്കരിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലമല്ല, ഇത് ഖുർആൻ ഓതിയവന്റെ പ്രതിഫലമല്ല, ഇത് നോമ്പ് പിടിച്ചവന്റെ പ്രതിഫലമല്ല, പടച്ചവനെ സദഖ കൊടുത്തവന്റെ പ്രതിഫലമല്ല, പടച്ചവനെ 5 നേരം നമസ്കരിക്കുന്ന സമയത്ത് ഒളിവെടുക്കുമ്പോ സൂക്ഷ്മതയോടുകൂടി ഒളിവെടുക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം പടച്ച റബ്ബ് അവനെ ഇഷ്ടപ്പെടുകയാണ്, അല്ലാഹു അവനെ സ്നേഹിക്കുകയാണ്. 2, അവൻ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ പടച്ച റബ്ബ് അവന് ഭക്ഷണം കൊടുക്കുകയാ, അവന്റെ റിസ്കിൽ ബറക്കത്തുണ്ടാവുകയാ. മൂന്നാമതായിട്ടോ ജീവിതത്തിലെ തടസ്സങ്ങൾ അല്ലാഹു മാറ്റുകയാ. നാലാമത്തെ കാര്യം എന്തെന്നറിയോ, ഈ കൂറ്റമ്പാറക്കാർക്ക് നിന്നെ അറിയണമെന്നില്ല സഹോദരാ, ഈ നാട്ടുകാർക്ക് മുഴുവനും നിന്നെ അറിയണമെന്നില്ല. നിന്റെ പേരെന്താണ്, നിന്റെ വീടെവിടെയാണ്, നിന്റെ അയൽവാസിക്ക് പോലും അറിയണമെന്നില്ല. പക്ഷേ പെങ്ങളെ, അല്ലാഹുവേ ഒളിവെടുത്തിട്ട് നടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, സൂക്ഷ്മതയോടുകൂടി ഒളിവെടുക്കുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന 4ാമത്തെ പ്രതിഫലം എന്താ? പടച്ചറപ്പേ, മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുതൽ അല്ലാഹുവിന് കോടാനി മലക്കുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടാനുകോടി മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകളുടെ എണ്ണം എത്രയാണെന്ന് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ. അവർ അല്ലാഹുവിന്റെ സൈന്യമാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, മലക്കുകളാരാ? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ്, അല്ലാഹുവിനെതിരെ പ്രവർത്തിക്കാത്തവരാണ്. അവർക്ക് ഉറക്കമില്ല, വിശപ്പില്ല, ദാഹമില്ല, ഒന്നുമില്ല. 24 മണിക്കൂറും ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പടച്ച റബ്ബിനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് കഴിയുന്നവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഉളു ചെയ്യുന്ന മനുഷ്യ, ഉളുവോടുകൂടി നടക്കുന്ന മനുഷ്യ, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഇപ്പോഴും ഉളുവെടുത്തിട്ട് ഇൽമിന്റെ മജ്‌ലിസിലിരിക്കുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്. നിന്റെ ഭർത്താവിന് നിന്നെ ഇഷ്ടമല്ലെങ്കിലും, നിന്റെ മക്കൾക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിലും, നിന്റെ കൂടപ്പറപ്പുകൾക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിലും, നിന്റെ കൂട്ടുകാർക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിലും, എന്തിനാ പെങ്ങളെ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ മലക്കുകളോട് നിന്റെ പേര് ചോദിച്ചാ പറയും പെങ്ങളെ, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന് സ്വർഗ്ഗത്തിലൂടെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ തന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ തന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുന്നുണ്ട്. ആരാണെന്നറിയുന്നില്ല, പക്ഷേ നല്ല പരിചയമുണ്ട്. ആ നടക്കുന്നത് കണ്ടാല് പ്രവാചകന് നല്ല പരിചയമുള്ള ചെറുപ്പക്കാരനാണ്
നടന്നു പോകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ അവിടെ അത്ഭുതത്തോടെ ചിന്തിക്കുന്നു, അല്ലാ ആരാ അല്ലാ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ആ ചെറുപ്പക്കാരൻ ആരാ അല്ലാ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അത്ഭുതത്തോടെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോ മലക്കുകൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അതാരാണെന്നറിയുമോ നബിയേ? അത് സയ്യിദുനാ ബിലാൽ, കറുത്തവനായ അടിമയായ നീഗ്രയായ അല്ലാഹുവേ ബിലാലാണ് നബിയേ, അത് ബിലാലാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമാവുകയാണ്. മലക്കുകളോട് ചോദിക്കുന്നു, എന്റെ ബിലാലിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം മലക്കുകള്? എന്റെ ബിലാലിനെ നിങ്ങൾക്കറിയുമോ? എന്റെ ബിലാലിനെ പരിചയമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകർ സ്വർഗത്തിൽ വെച്ച് മലക്കുകളോട് ചോദിക്കുമ്പോ മലക്കുകൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ബിലാലിനെ അറിയാത്ത മലക്കുകളില്ല നബിയേ, ബിലാലിനെ പരിചയമില്ലാത്ത മലക്കുകളില്ല നബിയേ. ആരാ? പാവപ്പെട്ടവനല്ലേ ബിലാല്, കറുത്തവനല്ലേ ബിലാല്, നീഗ്രയല്ലേ ബിലാല്, അടിമയായിരുന്നില്ലേ ബിലാല്? ആ പാവപ്പെട്ടവനായ ദരിദ്രനായ ഗ്ലാമറില്ലാത്ത അടിമയായ ബിലാലിന് അള്ളാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത പരിചയമാ. എല്ലാ മലക്കുകൾക്കും ബിലാലിനെ അറിയാമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന് അവിടെ അത്ഭുതമായി, അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. അള്ളാഹുവിന്റെ റസൂല് മസ്ജിദ് നബവിയിലേക്ക് കടന്നു വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിയിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അഖ്ബിർനീ ബിഅർജാ അമലിൻ അമൽതുഹു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന്റെ മുന്നിലിരിക്കുകയാണ്. സഹാബത്തിന്റെ മുന്നിലിരിക്കുകയാണ്. തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിന്റെ ഇടയില് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സമിഅ്തു ദുഫൻ അലൈക ഫിൽ ജന്നതി യാ ബിലാൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ ബിലാൽ ഇബ്നു റബീഅ റളിയല്ലാഹു തആല അൻഹു, ആ ബിലാൽ ഞങ്ങളെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ബിലാലേ, നീ സ്വർഗത്തിൽ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു ബിലാൽ. അള്ളാഹുവിന്റെ മലക്കുകൾക്ക് നിന്നെ വല്ലാത്ത പരിചയമാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ പേര് പറയുന്നു ബിലാൽ. അവർക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ബിലാൽ. അതുകൊണ്ട് നീ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാറ്. ആ മലക്കുകൾ നിന്നെ സ്നേഹിക്കാറ്, ആ മലക്കുകൾ നിന്നെ ഇഷ്ടപ്പെടാറ്. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എന്റെ മുന്നിലൂടെ നീ നടക്കുന്നു ബിലാല്. അതുകൊണ്ട് നീ ഇവരെല്ലാവരും ചെയ്യുന്നതിനേക്കാളും എന്തോ ഒരു നന്മ നീ ചെയ്യുന്നുണ്ട് ബിലാൽ. എല്ലാവരും ചെയ്യുന്ന നന്മയല്ല, എല്ലാവരും ചെയ്യുന്ന നന്മയല്ല, പ്രത്യേകമായിട്ട് നീ എന്തോ ചെയ്യുന്നുണ്ട്.